ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് സുബ്രോനോൻ എഴുതപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. യേശുതമ്പുരാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് ശിഷ്യന്മാരടുത്ത് വന്ന് പറയുന്നൊരു കാര്യമാണ്, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അവരെ ചൊല്ലി പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയെ പ്രധാന ആയുധമായി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥന ശക്തിയാണ്. നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അത്രമാത്രം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അത്രമാത്രം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുക. തീർച്ചയായും ദൈവിക ശക്തി നിന്നിലേക്ക് വന്നു നിറയും. ഈ ലോകത്തിലെ പ്രതിബന്ധങ്ങളെ തകർക്കാനുള്ള, തടസ്സങ്ങളെ മാറ്റിവെക്കാനുള്ള, അതിനെ അതിജീവിക്കാനുള്ള കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ എളിമയോടുകൂടെ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ പാദാന്തികയിരുന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ, മനസ്സിരുത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.